ജമന്തി ജമന്തി ഞങ്ങൾ അറിഞ്ഞല്ല. കനക ഞങ്ങളോടെല്ലാം പറഞ്ഞു. ഏട്ടന്റെ കാര്യം അപ്പോഴേക്കും അത് അവിടെയൊക്കെ വന്ന് പറഞ്ഞോ? പറഞ്ഞാ ഇനി ഈ കാര്യം പഞ്ചായത്തിൽ ആരുമില്ല അറിയാൻ. ഇന്നും ഓഫീസിൽ ലഡു വിതരണമായിരുന്നു. നാളെ ഇനി കേക്ക് മുറിക്കണ്ടെന്നാ കേട്ടത്. എന്താ വന്നേ? കയ്യൊന്ന് നീട്ടിയേ. എന്തിന് നീട്ട്? എന്തിനാ നീട്ട് ജമന്തി, രണ്ട് കൈ നീട്ട്. ഇങ്ങനെ അടുപ്പിച്ചു നോക്ക്. ഞാൻ കണ്ണൊന്ന് അടച്ചേ. ഇത് മസാല ദോശയാണ്. മസാല ദോശ ഇപ്പൊ എന്തിനാണെന്നാ? ഇപ്പോഴാണ് ഇത് കഴിക്കേണ്ടത്. ഗർഭിണികൾ കഴിക്കേണ്ട സമയമാണ് മസാല ദോശ. ഇതേ നമ്മുടെ സാമീസ് ഹോട്ടലില്ലേ, അവിടുത്തെ മസാല ദോശയാണ്. ഈ സാമീസ് ഹോട്ടലിലെ മസാല ദോശ കഴിച്ചാലേ നല്ല തേജസ്സുള്ള കുട്ടികളുണ്ടാവും എന്ന് പറയണം. എന്റെ വൈഫ് ഇതാ കഴിച്ചത്. എന്റെ മക്കളെ കണ്ടല്ലേ? ഞാൻ പോയിക്കോട്ടെ. ശരി. നാത്തൂനെ 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 എന്ത്? എന്താണ്? എന്ത്? എന്താണ്? എന്ത്? എന്തിനാ കരയണ? ദോശ? എന്തിനാ കരയണെന്ന് പറ. എന്ത്? എന്തിനാ കരയണതെന്നാ ഇത് ചോദിക്കണത്? ഇത് സമാനം പറഞ്ഞാ നിനക്ക് എന്താണേന്ന്? സ്വപ്നം കണ്ട? സ്വപ്നം കണ്ടിട്ടാണാ? സ്വപ്നം കണ്ടിട്ടാണാ? ഉടക്കട മൂട്. അതെ, രാവിലെ മുതൽ പോസ്റ്റിന് മുകളിൽ വലിഞ്ഞു കയറിയിട്ട് ഒരു ഇതിന് വേണ്ടി ഒന്ന് കിടക്കണി. ഞാൻ വെറുതെ എന്നെ ശല്യപ്പെടുത്താൻ നിൽക്കരുത്. കളിക്കാൻ നിൽക്കണം. സ്വപ്നം കണ്ട ഇരുന്ന് പോകാൻ നിൽക്കണത്. നീ കിടക്കണ കിടന്നേ? കിടക്കണണ്ടാ? സ്വപ്നം കണ്ടിട്ട് കരയാ കിടന്നു. എന്ത് സ്വപ്ന നീ കണ്ടത്? അതെ, എനിക്ക് സമാധാനത്തോടു കൂടി കടന്നുറങ്ങണ്ട. നീ കരണമെന്നുണ്ടെങ്കിൽ വേറെ വരുമ്പോ കിടന്നു. അമ്മയുടെ അടുത്തേക്ക് പോക്കോ. എന്തിനാ നീ ഇരുന്ന് മോങ്ങാൻ നിൽക്കണത്? ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോട്ടാ. കിടക്കണ്ട കിടന്നു. ഇല്ലെങ്കിൽ ശബ്ദം പുറത്തേക്ക് വരാതെ കരുത് കരഞ്ഞോ. ജമന്തി, നീ കിടക്കണണ്ടാ? അനങ്ങാതിരിക്കുവെണ്ണ. എന്നിട്ട് ബാക്കി പറ. ബാക്കി പറ. എന്നിട്ട് ഏട്ടൻ എന്നോട് ഭയങ്കര സ്നേഹം. അവനെ എപ്പോഴും നിന്നോട് സ്നേഹല്ലേടി? അങ്ങനെയല്ല, ഇത് ഭയങ്കര സ്നേഹ പ്രകടനമൊക്കെ. പിന്നെ ക്ലീറ്റോ ചേട്ടൻ സ്വപ്നത്തിലാണെങ്കിലും ഞാൻ ഞെട്ടിപ്പോയി. ക്ലീറ്റോ ചേട്ടനാണെങ്കിൽ എന്റെ നൈറ്റി മുഴുവൻ അലക്കി തന്നു. പിന്നെ ക്ലീറ്റോ നൈറ്റി അലക്കി തരുന്നു. എന്നാ അത് മാത്രമല്ല, വിറക് കീറി, പിന്നെ തേങ്ങ പൊതിച്ചു,
പിന്നെ ഒരു വാഴയിലും പറിച്ചുകൊണ്ട് വന്നേക്കണു. എന്തിനാന്ന് ചോദിച്ചപ്പോ പറയണേ എനിക്ക് പൊതിച്ചോറ് കെട്ടിത്തരാനാ, ഗർഭിണികൾ അത് കഴിക്കണോന്ന്. ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ ഗർഭിണിയായിരുന്നപ്പോഴേ ഒരു കണ്ണിമാങ്ങ മേടിച്ചിട്ട് ക്ലീറ്റോ എന്ന് പറഞ്ഞപ്പോണ്ടല്ലോ കേക്കാത്ത പോലെ അങ്ങോട്ട് പോയി. ആ മനുഷ്യനാണ് നിനക്ക് പൊതിച്ചോറ് എന്തായാലും എനിക്ക് ഇതൊക്കെ ചെയ്തു തന്നു. ക്ലീറ്റോ ആയിരിക്കൂല എന്നാ. എന്താ ദൈവമേ, നിനക്ക് സ്വപ്നത്തിലെങ്കിലും ഇതൊക്കെ കാണാൻ പറ്റിയില്ലേ? ഞാൻ ഇന്ന് കാണും ആ മനുഷ്യന്റെ അടുത്തുനിന്ന് ഇതൊക്കെ. പിന്നെ അമ്മ എന്ത് പറഞ്ഞടി? അമ്മ ഒരുമാതിരി എന്നോട് ദേഷ്യമുള്ള പോലെയൊക്കെ. എന്തിനാ? വെറുതെ ഇരിക്കാൻ പാടില്ല, വിറക് കീറണം, മറ്റേത് ചെയ്യണം, മറിച്ചത് ചെയ്യണം, ചുമ്മാ അനങ്ങാക്കള്ളിയായിട്ട് ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞ അമ്മ ഒരുമാതിരി ദേഷ്യപ്പെടല്. പാവോടി, അത് മേലനങ്ങാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. അതെന്തെങ്കിലും ആവട്ടെ. പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് നാട്ടില്. എന്ത്? നമ്മുടെ ഫാസിലില്ലേ, ഫാസിൽ എന്തിനാണ് എനിക്ക് മസാല ദോശയും കൊണ്ട് വന്നേന്ന് ചോദിച്ചു നോക്കാറുന്നില്ല ഇപ്പൊ? ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു സന്തോഷം കൊണ്ടാണ്. സന്തോഷം കൊണ്ട്? സ്വപ്നത്തിലല്ലേ? നീ നേരിട്ടൊന്ന് ചോദിച്ചു നോക്കി അവനോട്. അവൻ ആട്ടും. അന്ന് ക്ലീറ്റോ പോയ പോലെ അവൻ പോകും. എന്നിട്ട് ആ മസാല ദോശ എന്ത് ചെയ്തെന്ന് ചോദിക്കി. അതെനിക്കറിയാലോ, നീ അപ്പ തന്നെ അത് വായിലോട്ട് ഇട്ടിട്ടുണ്ടാവും. അല്ല, ഞാൻ ഫാസിലിനോട് പറഞ്ഞു നാത്തൂന് ഭയങ്കര ഇഷ്ടാ മസാല ദോശ, അതുകൊണ്ട് നാത്തൂന് കൊടുക്കണോന്ന്. അയ്യടാ, നീയല്ലേ പറയണത്? പോടി അവിടെ നിന്ന് കള്ളി. എന്നിട്ട് ഞാൻ ആ മസാല ദോശ തരാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇറങ്ങി ഓടി അവിടെ എത്തിയപ്പോഴേക്കും തട്ടി വീണു. വീണപ്പോ ഞാൻ ഞെട്ടി എണീറ്റ പാടെ ഏട്ടന്റെ ഒക്കെ 4 ചീത്ത. പിന്നെ അറിയില്ലാവും. പിന്നെ ആ രസം വേണ്ടില്ല. സാരില്ല, പോട്ടെ. സ്വപ്നമാണെങ്കിൽ നല്ല രസമായിരുന്നു. അതൊക്കെ ശരിയാകും കൊച്ചേ. Alien versus Alien.